നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒടുവിൽ മുൻ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന് വാട്ടർ സപ്ലൈ തുടങ്ങി. അധികാരത്തിലേറെ 45 ദിവസം കഴിഞ്ഞിട്ട് മഹാസംഭവം ഒന്നും നടക്കാത്ത സാഹചര്യത്തിൽ തിരുവനന്തപുരം മേയർ വി രാജേഷും സഹ കൗൺസിലർമാരും അമ്പയെ പരാജയമാണ് എന്ന് വിലയിരുത്തി തീർക്കാൻ CPM 18 അടവും പയറ്റിയിട്ടുണ്ടെങ്കിലും ആറ്റുകാൽ പൊങ്കാല വന്നെത്തിയത്. പൊങ്കാല തലേന്നും പൊങ്കാല ദിവസവുമായി ആറ്റുകാൽ ക്ഷേത്ര നടയിലും പരിസരങ്ങളിലും വി രാജേഷ് നടത്തിയ ചില പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ച കേരളത്തിലെ പൊതുസമൂഹം ഇതങ്ങനെ പതിവുള്ള അല്ലല്ലോ എന്ന് പയ്യാരം പറഞ്ഞെങ്കിൽ അത് തന്നെയാണ് ശരി. കഴിഞ്ഞ വർഷം വരെ ആര്യ രാജേന്ദ്രനും അവരുടെ ശില്പന്തികളും പിന്നെ കുറെ പാർട്ടിക്കാരും ചേർന്ന് നടത്തിയ കൊള്ളയടിക്ക് വി രാജേഷ് വെറും 5 നിമിഷങ്ങൾ കൊണ്ട് ലോക്കിടുകയായിരുന്നു. ഒരു ഓൾട്ടോ കാറിന് 450 രൂപ പാർക്കിംഗ് ഫീസ് ഈടാക്കിയ മഹാന് മേയർ ക്ലിപ്പിട്ടപ്പോൾ താൻ കഴിഞ്ഞ കൊല്ലവും ഇതാണ് ചെയ്തതെന്ന് അയാൾ വ്യക്തമാക്കി. മേയർ മാറിയ വിവരം പാവം അറിഞ്ഞതേയില്ല. തിരുവനന്തപുരം നഗരസഭയിലെ ഉദ്യോഗസ്ഥരിൽ 90% CPMകാരാണ്. അവർ പൊങ്കാല അട്ടിമറിക്കാൻ തങ്ങൾക്ക് ആവും വിധം ശ്രമിച്ചു. പൊങ്കാലയ്ക്ക് ശേഷം മുൻ വർഷങ്ങളിൽ ഭാഗികമായി നടന്നിരുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ അട്ടിമറിച്ചു. മേയർ അർദ്ധരാത്രി വരെ റോഡിൽ നിന്നിട്ടും ശുചീകരണം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ആറ്റുകാലിന് സമീപമുള്ള മണക്കാട് പോലും പൊങ്കാല ശുചീകരണം നടന്നില്ല എന്നാണ് ആക്ഷേപം. ആറ്റുകാൽ ക്ഷേത്ര പരിസരം നാഥനില്ല കളരി പോലെയായി. ഇതെല്ലാം BJP ഭരിക്കുന്ന നഗരസഭയ്ക്ക് കൊടുത്ത പണിയാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇടതുമുന്നണി നഗരസഭയിൽ തങ്ങളുടെ ഉദ്യോഗസ്ഥരെ തിരുകി കയറ്റി. അവരാണ് നഗരസഭ നിയന്ത്രിക്കുന്നത്. നഗരസഭയിലെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത് CPM ജില്ലാ സെക്രട്ടറിയാണ്. ഒപ്പം മന്ത്രി വി ശിവൻകുട്ടിയും. പൊങ്കാലയ്ക്ക് നഗരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വാൽവ് CITU കാർ പൂട്ടി. അടിമുടി അഴിമതിയിൽ മുങ്ങിയ നഗരസഭയിൽ കഴിഞ്ഞ വർഷം വരെ എന്തും നടക്കുമായിരുന്നു. എന്നാൽ BJP അധികാരത്തിലെത്തിയതോടുകൂടി ഇതിൽ മാറ്റം വന്നു. വി രാജേഷ് ആര്യ രാജേന്ദ്രനല്ല. പണത്തിന് പിന്നാലെ തലകുനിച്ച് പായുകയുമില്ല. ആറ്റുകാൽ പൊങ്കാലയ്ക്കിടെ പുറത്തുവന്ന അനധികൃത പാർക്കിംഗ് കൊള്ള നഗരത്തിൽ വ്യാപകമാണ് എന്നാണ് കോർപ്പറേഷന്റെ കണ്ടെത്തിയത്. ഗാന്ധി പാർക്കിൽ നിലവിൽ നടക്കുന്ന പിരിവ് അനധികൃതമാണെന്നും നിലവിൽ പിരിക്കുന്ന കരാറുകാരന് അതിനുള്ള അധികാരമില്ലെന്നും മേയർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ആറ്റുകാൽ പൊങ്കാലയ്ക്കെത്തിയ ബന്ധുക്കളിൽ നിന്ന് 750 രൂപ ഗാന്ധി പാർക്കിൽ ഫീസ് വാങ്ങിയെന്ന രസീത് സഹിതം മേയർ വ്യക്തമാക്കി. ഐരാണിമുട്ടത്തും SMV സ്കൂള് വളപ്പിലും മേയർ വി രാജേഷ് നേരിട്ടെത്തി നടപടി സ്വീകരിച്ചതിന് പിന്നാലെയാണ് കൂടുതൽ പരാതികൾ ലഭിച്ചത്. ഈഞ്ചക്കൽ പ്രദേശത്തും സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് ഡെപ്യൂട്ടി മേയർ ആശാനാഥിന് ഫോണിലൂടെ പരാതി ലഭിച്ചു. ഇത്തരം കേന്ദ്രങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഇതിന്റെ നടത്തിപ്പുകാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും മേയർ പറയുന്നു. കോർപ്പറേഷൻ ഉടമസ്ഥയിലാണ് ഗാന്ധി പാർക്ക്. മണക്കാട് സ്വദേശിയായ രാധാകൃഷ്ണനാണ് പാർക്കിംഗ് കരാർ കൊടുത്തിരുന്നത്. കരാറുകൾ കൃത്യമായി പാലിക്കാത്തതിനാൽ കോർപ്പറേഷന്റെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി 2023 അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തു. കരാറിന്റെ 3ാമത്തെ ഗഡു കോർപ്പറേഷനിൽ അടയ്ക്കാത്തതിനാലാണ് 2023 അയാളുടെ കരാർ റദ്ദാക്കിയത്. അതേ വ്യക്തിയും അദ്ദേഹത്തിന്റെ ജോലിക്കാരുമാണ് ഇപ്പോഴും അവിടെ പണം പിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഇയാൾക്കെതിരെ കേസെടുക്കണമെന്നും ഇയാളെ ഗാന്ധി പാർക്കിൽ നിന്ന് പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. ഇപ്പോൾ കോർപ്പറേഷൻ ഒരു താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തുമെന്നും മേയർ പറഞ്ഞു. ഇവരെല്ലാം മുൻ മേയറുടെ പാർട്ടിക്കാരാണ്. സത്യത്തിൽ ആറ്റുകാൽ പൊങ്കാലയാണ് മുൻ മേയർ ആര്യ രാജേന്ദ്രന് വിനയായി മാറിയത്. കരാറുകളിൽ വ്യാപക പരിശോധന നടത്താൻ മേയർ തീരുമാനിച്ചതോടുകൂടിയാണ് മുൻകാലങ്ങളിൽ കോർപ്പറേഷൻ കൊടുത്ത പാർക്കിംഗ്, വിവിധ കെട്ടിടങ്ങൾ എന്നിവയുടെ കരാറുകൾ കൂട്ടത്തോടെ പരിശോധിക്കുമെന്ന് മേയർ വി രാജേഷ് വ്യക്തമാക്കിയത്. പാർക്കിംഗ് കേന്ദ്രങ്ങൾക്ക് ഹൈക്കോടതിയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചേ പ്രവർത്തിക്കാനാകൂ. കെട്ടിടങ്ങൾ കരാറെടുത്തവർ മറച്ചു കൊടുത്തിട്ടുണ്ടോ, വാണിജ്യ കെട്ടിടങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കും. പലതിനും കരാർ നിലവിലില്ലാത്ത സ്ഥിതിയുണ്ട്. പൊങ്കാല നാളുകളിൽ കുടിവെള്ളം പ്രശ്നത്തിന്റെ പേരിൽ BJP ഭരിക്കുന്ന കോർപ്പറേഷനും സർക്കാരും കൊമ്പ് കോർത്തിരുന്നു. ഇതിനുശേഷം മാലിന്യ പ്രശ്നത്തെ ചുറ്റിയാണ് വിവാദം തുടങ്ങിയത്. പൊങ്കാലയ്ക്ക് ശേഷം മാലിന്യം നീക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വിവാദം ഉയർന്നിരുന്നു. മാലിന്യ നീക്കം വൈകാൻ കാരണം കോർപ്പറേഷന്റെ പിടിപ്പുകേടാണ് എന്ന CPM അനുകൂല വ്യക്തികളും സംഘടനകളും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വിമർശനം ഉയർത്തിയിരുന്നു. എന്നാൽ സമയബന്ധിതമായി തന്നെ മാലിന്യം നീക്കാൻ കഴിഞ്ഞുവെന്ന് കോർപ്പറേഷൻ അവകാശപ്പെട്ടു. ഇതിനിടയിൽ വിവാദം മന്ത്രി വി ശിവൻകുട്ടി കൊഴിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം വിഷയത്തിൽ ശക്തമായ നിലപാടാണ് എടുത്തത്. തിരുവനന്തപുരം RTOയെ പരിശോധനയ്ക്ക് ചുമതലപ്പെടുത്തിയതായി മന്ത്രി പറയുന്നു. പൊങ്കാലയ്ക്ക് ശേഷമുള്ള മാലിന്യ നീക്കം തടസ്സപ്പെടുത്തിയതായും ശുചീകരണത്തിൽ വീഴ്ചകൾ സംഭവിച്ചതായും വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടുവെന്നും ഉത്സവത്തിന് ശേഷം നഗരം എത്രയും വേഗം
വേഗം വൃത്തിയാക്കേണ്ടത് ആരോഗ്യ സുരക്ഷയ്ക്കും സുഗമമായ ഗതാഗതത്തിനും അത്യാവശ്യമാണെന്നും മന്ത്രി പറയുന്നു. ഈ സാഹചര്യത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലും വീഴ്ചയുണ്ടോ എന്ന് നേരിട്ട് പരിശോധിക്കാൻ RTOയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്ന് മന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനാണ് ശുചീകരണ ചുമതല. എവിടെയെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കർശനമായ ഇടപെടലുകൾ ഉണ്ടാവും. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനും നഗരത്തെ പൂർവ്വസ്ഥിതിയിലാക്കാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി പറഞ്ഞു. അതേസമയം മന്ത്രി വി ശിവൻകുട്ടി സ്വന്തം വകുപ്പ് നോക്കിയാൽ മതിയെന്നും കോർപ്പറേഷൻ ഉത്തരവാദിത്തങ്ങൾ ഭാഗികമായി നിറവേറ്റിയിട്ടുണ്ടെന്നും മേയർ VV രാജേഷ് തിരിച്ചടിച്ചു. മാലിന്യ നീക്കത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള നീക്കമാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷമുള്ള മാലിന്യ നീക്കം കുറ്റമറ്റതായിരുന്നു. കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെട്ടതിന്റെ വേവലാതിയാണ് CPM എന്ന് രാജേഷ് പറയുന്നു. CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയുള്ള AA റഹീമ MPയും വിഷയത്തിൽ ഇടപെട്ടു. നഗരം ശുചിയാക്കില്ല എങ്കിൽ DYFI ശുചീകരിക്കുമെന്നാണ് റഹീം പറഞ്ഞത്. ഇത് BJPക്കുള്ള ഒരു താക്കീതാണ്. ഇലക്ഷന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആറ്റുകാൽ പൊങ്കാലയെ മുൻനിർത്തി തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ് CPM. നഗരത്തിലെ CPM കൗൺസിലർമാർ പൂർണ്ണമായും പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് പിന്നിൽ അണിനിരന്നിട്ടുണ്ട് എന്നും വ്യക്തമാണ്. കോർപ്പറേഷന് കീഴിലെ അർബൻ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിലേക്ക് 295 ഒഴിവുണ്ട്. ഡോക്ടർമാർ അടക്കം 9 തസ്തികകളിൽ ഒഴിവിലേക്ക് ഓൺലൈൻ അപേക്ഷ നൽകണം. ഉദ്യോഗാർത്ഥികളുടെ മുൻഗണന പട്ടിക ലഭ്യമാക്കാൻ നടപടി ആവശ്യപ്പെട്ടാണ് പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് കത്തയച്ചത്. മേയറുടെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ സഖാവി എന്ന് അഭിസംബോധന ചെയ്ത് അയച്ച കത്ത് ഒരു വാർഡിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് സമൂഹ മാധ്യമത്തിൽ വൈറലായത്. കത്തിനെ കുറിച്ച് അറിയില്ല എന്നാണ് മേയർ പ്രതികരിച്ചത്. ഇതേ രീതിയിൽ നിയമിച്ച ഉദ്യോഗസ്ഥരാണ് നഗരസഭയുടെ പ്രവർത്തനങ്ങളെ ഇപ്പോൾ ബുദ്ധിമുട്ടിലും ആക്കുന്നത്.